അപ്പം ഞാൻ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുമില്ല. ആ ക്ലാരിറ്റി കുറവ് ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുതിയ അന്വേഷണ സമിതി ഏജൻസി പരിശോധിക്കട്ടെ. പിന്നെന്താ പ്രശ്നം? ഉറപ്പായിട്ടും പിടിച്ചെടുക്കണം. എന്താ സംശയം? പിടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കൃത്യമായി ഇതിനെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് സർക്കാരിനോടല്ലല്ലോ ആവശ്യപ്പെട്ടത്, ഞങ്ങൾ കോടതിയോടല്ല ആവശ്യപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്. ദേവസ്വം മന്ത്രിയായാലും ബോർഡായാലും സമഗ്രമായ അന്വേഷണം വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതിയോട് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടു പോകുവാൻ ഈ സർക്കാരോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോ പിന്നെ ദേവസ്വം ബോർഡോ നിന്നിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങളങ്ങനെ ആവശ്യപ്പെട്ടത്. അതിന് ഇടകൊടുക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. പ്രശാന്തിൻ്റെ സംശയത്തിന് ഞാൻ 4 ഉത്തരവും ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം. അതൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ മറുപടി പറയും. ഇത് ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. അല്ല, അതൊക്കെ അന്വേഷിക്കട്ടെന്നേ. അതൊക്കെ അന്വേഷിക്കാനാണല്ലോ പുതിയൊരു ഏജൻസി വന്നിരിക്കുന്നത്. സമാന്തര അന്വേഷണം നടത്തരുത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത് ഞാൻ പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കൂ. നിങ്ങൾ ആറാഴ്ച നിങ്ങൾ ക്ഷമിക്കൂ. ഇങ്ങനെ സമാന്തര അന്വേഷണവും സമാന്തര വാർത്തകളും കൊടുക്കല്ലേ. നിങ്ങൾ ഭക്തരെ പിന്നെ പരിഭ്രാന്തിയിലാക്കരുതേ. നിങ്ങൾ 6 ആഴ്ച കൂടെ ക്ഷമിക്കൂ. കോടതിയും പറഞ്ഞിരിക്കുന്നത് അതല്ലേ. 6 ആഴ്ച കഴിയുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? തെറ്റ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ. ഒരു റിപ്പോർട്ട് വരുമ്പോൾ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ. ആ വ്യാഖ്യാനമൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ആ വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം 4 ഉത്തരവുകളാണ് ഈ ബോർഡ് ഇറക്കിയിട്ടുള്ളത്. ആ 4 ഉത്തരവിലും കൃത്യമായ നിലപാടാണ് ബോർഡ് ഒരേ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിൽ പുതുതായി വന്ന ഉദ്യോഗസ്ഥരുണ്ടായ ഒരു കൺഫ്യൂഷൻ മാത്രമാണത്. അത് കൃത്യമായി അത് മാറി എന്ന് രണ്ടാമത്തെ പിന്നെ കത്തിൽ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുകയും കമ്മീഷണർ ആ തീരുമാനം ഞങ്ങൾക്ക് അയക്കുകയും ഏറ്റവും ഒടുവിൽ കൃത്യമായ ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും ബോർഡിനുമില്ല, ഉദ്യോഗസ്ഥന്മാർക്കുമില്ല. അല്ല, പോറ്റിക്ക് ഉള്ളിൽ കൊടുത്തുവിടുന്നുള്ള എൻ്റെ നിർദ്ദേശം തന്നെയായിരുന്നു. എന്താ സംശയം? ഞാൻ ആത്മവിശ്വാസത്തോട് പറയുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചത് പിന്നെ സാർ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുകയാണ്, അതെങ്ങനെ തരാൻ പറ്റും? ഇത് കേക്ക് ഞാൻ പറഞ്ഞു, അതെങ്ങനെ കൊടുത്തുവിടാൻ പറ്റും? ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വത്തല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞാലും സാർ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളിലാണ് തന്നുവിട്ടത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരിക്കും, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ തരാൻ പറ്റും. നിങ്ങളങ്ങോട്ട് വന്നേക്കൂ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊന്നും വഹിക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവ് എന്തിനാണ് വഹിക്കുന്നത്? നിങ്ങൾ വഹിക്കേണ്ട കാര്യം എന്താ? അത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമല്ലോ എന്ന് പറയുകയും അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിൽ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുമില്ല. അല്ല ഞാൻ വിജിലൻസ് റിപ്പോർട്ടൊന്നും വിജിലൻസ് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഈ വിജിലൻസ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. എന്നോട് ചോദിക്കുകയോ എന്നോട് പറയുകയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴങ്ങനെ പറഞ്ഞാലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിജിലൻസ് എന്താ പറ്റിയത്? ആ വിജിലൻസിൻ്റെ മുന്നിൽ വന്ന ആ ഉദ്യോഗസ്ഥൻ്റെ 2 കത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. രണ്ടാമത്തെ കത്തിൽ ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിറ്റി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നേരെ ദേവസ്വം കമ്മീഷണറേക്ക് വിട്ടു. ദേവസ്വം കമ്മീഷണർ ബോർഡിലേക്ക് വിട്ടു. ബോർഡ് അന്തിമ തീരുമാനം എടുത്തു. അതിപ്പോൾ എന്താ കുഴപ്പം? അതിലൊന്നും യാതൊരുവിധ ക്ലാരിറ്റി കുറവുമില്ല. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഉദ്യോഗസ്ഥൻ അവരോട് പിന്നെ അടുത്ത് വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വഴി പറയട്ടെന്നേ, എന്നെ പ്രതിയാക്കട്ടെന്നേ. അതുകൊണ്ട് പ്രശാന്തിൻ്റെ പ്രശ്നം തീരുമല്ലോ. വലിയ ആശങ്ക ഭക്തരിലൊക്കെ തന്നെയാണ്. ഈ ഒരു അന്വേഷണം എന്തായാലും ഇതിനിടയിൽ പൂർത്തിയാവാൻ സാധ്യത കുറവാണ്. ഈ മണ്ഡലകാലത്ത് ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? അതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആശങ്ക ഉണ്ട്. കാരണം ഈ മണ്ഡലകാലത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഭക്തരുടെ ഒരു ആശങ്കയുണ്ട്. അതുണ്ടാകാൻ പാടില്ല. അവിടെ വരുന്ന ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ അവർക്ക് സംതൃപ്തമായൊരു മണ്ഡലകാലം പ്രദാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവായാലും പ്രതിപക്ഷ പാർട്ടികളായാലും എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. ഞങ്ങൾ അതിൻ്റെ ഒരു അശ്രാന്തമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരാഴ്ച നിങ്ങൾക്കുണ്ടായിരുന്നു, ഒരാഴ്ച ഞാൻ ശബരിമലയിലുണ്ടായിരുന്നു.
ആ ശബരിമലയിലെ മരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ആസൂത്രണം നടത്തിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അന്ന് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കുറേ വർക്കുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രസിഡന്റ് വരുന്നു, പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ടും നമുക്ക് കുറേ വർക്കുകൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങൾക്ക് കൂടുതൽ സഹായകമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പിന്നെ പ്രസിഡന്റിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ പൂർത്തിയായി വരുന്നു. 22-ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവിടെ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോവുകയാണ്. ഈ യുവതീ പ്രവേശനം ബന്ധപ്പെട്ട് അന്ന് വലിയ പ്രക്ഷോഭമൊക്കെ നടന്നതാണ്. സമാനമായിട്ടുള്ള പ്രക്ഷോഭം ഇപ്രാവശ്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ടോ? അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം കഴിഞ്ഞ 3-4 വർഷക്കാലമായി അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ. കഴിഞ്ഞ 3-4 വർഷക്കാലമായി കൃത്യമായ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും കൃത്യമായ പിന്നെ ആചാര രീതികൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. അതിലൊന്നും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങളുടെയൊക്കെ സഹായത്തിൻ്റെ ഭാഗമായി തന്നെ പിന്നെ 54 ലക്ഷം ആളുകൾ വന്നിട്ടും ഒരാൾ പോലും പരാതി പറയുന്നൊരവസ്ഥ ഉണ്ടായില്ലല്ലോ. അതെല്ലാം ഈ ബോർഡും ഈ സർക്കാരും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അവിടെ വരുന്നൊരു ഭക്തന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു 6 ആഴ്ച കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്തായാലും ഇത് വരട്ടെ. ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയല്ലേ, വരട്ടെ. ഒരു പുതിയ ടീമാണ്. ആ ടീമിൽ ആർക്കും വിശ്വാസം ഇല്ലാതില്ലല്ലോ. ഹൈക്കോടതി നിയോഗിച്ച ടീമല്ലേ, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലല്ലേ നടക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് സീല് വെച്ച കവറിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സമിതിയിലുള്ള വിശ്വാസ്യത ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സഹകരിക്കണം. കാരണം അതല്ലെങ്കിൽ അങ്ങനെ അല്ലെന്ന് പറയണം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമാണ്. കേരളത്തിലെ ഭക്തജനങ്ങൾക്കും കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അത്രേ ഉള്ളൂ കാര്യം. അല്ല, തിരുവനന്തപുരം കമ്മീഷൻ വിഷയം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ ഒരു വിശ്വാസക്കുറവില്ലല്ലോ. സമരം അല്ല, ഉറപ്പായിട്ടും പിന്നെ ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെൻഷൻ തടഞ്ഞു വയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് പ്രായോഗികമല്ല. അപ്പോൾ ബോർഡ് കൂടി ഞങ്ങൾ സർവീസ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെടുന്നുണ്ട്. ആ സർവീസ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഈ FIR-ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് കുറ്റാരോപിതരല്ലേ ഉള്ളൂ. അപ്പോൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇതിൻ്റെ ഭാഗമായി ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കുറ്റം ചെയ്തിട്ടെന്ന് ഉറപ്പാക്കിയാൽ ഉറപ്പായും അവരുടെ പെൻഷൻ തടയുകയോ മറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റായ നഷ്ടം തിരിച്ചു പിടിക്കുകയോ ചെയ്യാൻ പറ്റുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കും. പ്രതിപട്ടികയിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ? അല്ല, അവർക്ക് 14-ാം തീയതി നമ്മൾ തീരുമാനിക്കും. 14-ാം തീയതി നോക്കാം. നമുക്ക് പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ സസ്പെൻഡ് ചെയ്യും. അല്ല, ഉറപ്പായിട്ടും 14-ാം തീയതി ബോർഡ് കൂടി തീരുമാനിക്കും. അല്ല, ഇതിൽ മുരാരി മാത്രമല്ലല്ലോ, ഏതാണ്ട് 9 ഉദ്യോഗസ്ഥരുടെ പേരും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് സർവീസിലുള്ള 2 പേരേ ഉള്ളൂ. അതുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ ബാക്കി പെൻഷൻകാർക്ക് സ്വാഭാവികമായി നമ്മൾ പെൻഷനൊന്നും തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. കാരണം പെൻഷൻ എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ്റെ അവകാശമാണ്. അപ്പോൾ അത് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് പെൻഷൻ പിടിക്കുകയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റായ നഷ്ടം തിരിച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. അതെല്ലാം ഇത് തെളിഞ്ഞതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സർവീസുകൾ സസ്പെൻഡ് ചെയ്തല്ലോ. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം.